റിഡംപ്റ്റീവ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് പാർട്ട് 2 ലെസൺ 10. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് റിഡംപ്റ്റീവ് വർക്ക് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ വേല. അതിന്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ്, യേശു കർത്താവിന്റെ റിഡംപ്റ്റീവ് വർക്ക്, അത് കാൽവറി ക്രൂശിലാണ് കർത്താവ് യേശുക്രിസ്തു സാധ്യമാക്കിയത്. സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് എന്താ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അതിന് മുമ്പോട്ട് നമുക്ക് നോക്കാം. ഈ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 1 John 2:2, 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. Can somebody tell me what is this propitiation means? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എന്താണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ? Come on. പറഞ്ഞോ. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിന് അങ്ങനെയുള്ളത് വേണം. പ്രായശ്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? മേക്ക് എ ട്രൈ പ്ലീസ്. മറ്റൊരാൾ ചെയ്ത കാര്യത്തിന് പ്രായശ്ചിത്തമായി, മറ്റൊരാൾ ചെയ്ത പാപം അല്ലെ മറ്റൊരാൾ ചെയ്ത ഒരു കാര്യത്തിന് പ്രായശ്ചിത്തമായി വേറൊരാൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ആക്ച്വലി ഷാലോം പറഞ്ഞത് നമ്മളൊരു കാര്യം ഡിഫൈൻ ചെയ്യുമ്പോൾ അതേ വാക്ക് ഡെഫിനേഷനിൽ വരരുത്. അപ്പൊ എനിക്ക് വേണ്ടത് പ്രായശ്ചിത്തത്തിന് പകരമായിട്ടുള്ള മറ്റൊരു വാക്കാണ്. യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം നിങ്ങൾ പറയണ്ട. ജസ്റ്റ് സിംപ്ലി ടെൽ മീ വാട്ട് ഡു യു മീൻ ബൈ ദിസ് പ്രായശ്ചിത്തം. താങ്ക് യു ഷാലോം ഫോർ ട്രൈയിങ്. ഓക്കെ, ഗുഡ്. സഹായം ചെയ്യുക. അപ്പൊ സഹായം ചെയ്യുന്നതിന് ഉപകാരം എന്ന് പറയും. നമുക്ക് ചെയ്തതിന് പകരമായിട്ട് തിരിച്ചു തരും. അത് പരോപകാരമാണ്. ഓക്കെ, തെറ്റ് തിരുത്തുക. യു ആർ ഓൾമോസ്റ്റ് ദേർ. തെറ്റ് തിരുത്തുന്നത് പ്രായശ്ചിത്തമാവുന്നില്ല. പോരട്ടെ, ഞാൻ നിങ്ങളെ കൊണ്ട് തിങ്ക് ചെയ്യിപ്പിക്കാം. നിങ്ങൾ പറഞ്ഞ ഉത്തരം എല്ലാം തെറ്റാണ്, അങ്ങനെ പറയുന്ന ആളല്ല ഞാൻ. ഓക്കെ, ബട്ട് ഐ ആം ട്രൈങ് ടു ഹെൽപ്പ് യു. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞോ ഷാലോം, പറഞ്ഞോ. മറ്റൊരാൾ ഏതോ തെറ്റിന് വേണ്ടി നമ്മൾ സഹായം ചെയ്യുന്നു. ഓക്കെ, യു ആർ ഓൾമോസ്റ്റ് ദേർ. ഓക്കെ, ഞാനൊരു സിറ്റുവേഷൻ തരാം. നിങ്ങളത് പൂരിപ്പിച്ചാൽ നിങ്ങൾക്ക് ആ വാക്കിന്റെ അർത്ഥം കിട്ടും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സൺഡേ സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിൽ, ഉദാഹരണമാണ് കേട്ടോ, സൺഡേ സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഭയങ്കര വിലയുള്ള ഗിഫ്റ്റ് തരികയാണ്. എന്നിട്ട് ഞാൻ പറയാണ്, ഇത് പൊട്ടിക്കരുത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടിക്കുക. നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഞാനൊരു പ്രത്യേക ഗിഫ്റ്റ് തരിക എന്ന് വിചാരിക്കുക. അപ്പോൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഹൃദയത്തെ തകർക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്നോട് കാണിക്കുന്ന നീതിയാണെന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ അത് പൊട്ടിച്ചു എന്നിരിക്കട്ടെ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ, ഓക്കെ, ഗിഫ്റ്റ് അല്ല, ഞാൻ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നാന്ന് വിചാരിക്കുക. നിങ്ങൾ എനിക്ക് മടക്കി തരേണ്ടതാണ്. പക്ഷെ ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അത് പൊട്ടിപ്പോയി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? പോരട്ടെ, അതിനു പകരം മറ്റൊന്ന്. യെസ്. എന്തുകൊണ്ടാണ് ആ പകരം നിങ്ങൾ നിങ്ങൾക്ക് എന്നോട് സോറി ചോദിക്കാമോ? നിങ്ങളെ സോറി പൊട്ടിപ്പോയി കേട്ടോ. വെൽ, യു ആസ്ക് മീ ഫോർഗീവ്നെസ്. എനിക്കത് ക്ഷമിക്കാം. യെസ്, പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ക്ഷമയും ചോദിച്ചു, അതിന് പകരമായിട്ട് മറ്റൊരെണ്ണം വാങ്ങി എനിക്ക് തരുമ്പോൾ ദാറ്റ് ഈസ് പ്രൊപ്പീസിയേഷൻ, പ്രായശ്ചിത്തം. അപ്പൊ പ്രായശ്ചിത്തം എന്ന് പറയുന്ന വാക്ക് ഫോർഗീവ്നെസ് മാത്രമല്ല, പിന്നെയോ പ്രതിപകരമായിട്ട്. മുമ്പേ ജോബിൻ പറഞ്ഞു, ഒരാൾ ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ പകരം കൊടുക്കുന്നു. അതൊരു പോസിറ്റീവ് ആംഗിൾ ആണ്. ജോബിൻ പറഞ്ഞത് ശരിയാ. പക്ഷെ പ്രായശ്ചിത്തം പറയുന്നത് ഒരു നെഗറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഞാൻ അതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴോ പ്രതിപകരമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ് പ്രായശ്ചിത്തം. പക്ഷെ ഒരു കാര്യത്തിന് ഉപകാരം തിരികെ ചെയ്യുന്നതാണ് പരോപകാരം. അങ്ങനെയാകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐ സപ്പോസ് ടു ഗെറ്റ് പണിഷ്മെന്റ്, ഐ സപ്പോസ് ടു ബി പണിഷ്ഡ്. പക്ഷെ എനിക്ക് പകരമായിട്ട് യേശുക്രിസ്തു ആ ശിക്ഷ ഏറ്റെടുത്തു. സോ ദാറ്റ് ബിക്കംസ് ദ പ്രൊപ്പീസിയേഷൻ, പ്രായശ്ചിത്തം. Now look at this verse.
1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. സോ ഹിയർ ഓൾസോ ഒരു റെസ്റ്റിറ്റ്യൂഷൻ അല്ലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പകരമായിട്ട് ആള് നിൽക്കുന്നു, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുന്നു. ഓൾറൈറ്റ്, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ ഫുട്ബോളുകളെയൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഇവിടെ 6 പകരം 27 ഇറക്കുന്ന ഒരു ചിത്രമാണിത്. ഓൾറൈറ്റ്, അപ്പോൾ ആ കളിക്കാരനെ തിരികെ കയറ്റി പുതിയൊരു കളിക്കാരനെ ഇറക്കുക. സോ ഹി ഹാസ് ഓൾ ദ പ്രിവിലേജ് ഓഫ് ദി അതർ പ്ലെയർ. സ്വിച്ച് ചെയ്യുക. ഈ സ്വിച്ച് ചെയ്യുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടിട്ട് എന്താണ് മനസ്സിലാവുന്നത്? പഴയ നിയമം അത്യാവശ്യം വായിച്ചിട്ടുള്ള ആർക്കും ഒരു സെന്റൻസിൽ ഉത്തരം പറയാം. യാഗത്തിന് പോകുന്നു മുമ്പ് യാഗത്തിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മള് തലയെ കൈവച്ച് ആടിന് കൈ. ആൽവിസ്, യു ആർ റൈറ്റ്. എന്തിനാണെന്നും കൂടെ ഒന്ന് പറയാമോ? എന്തിനു വേണ്ടി ആയിരിക്കാം? അതിനെ പാപം, നമ്മളുടെ പാപം ചുമത്തുന്നു. വെരി ഗുഡ് ലിഡിയ ആൻഡ് ആൽവിസ്, വെരി ഗുഡ്. ചുമത്തുന്നു. ഇപ്പൊ നമ്മൾ അറിയാം, ഇപ്പൊ കൊറോണ ഒരാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പകരുമെന്നറിയാം അല്ലെ? ഇപ്പൊ ഈ കൈ ഇങ്ങനെ വെച്ചപ്പോ നമ്മുടെ പാപം ഇതുവഴി ഒഴുകി അതിനകത്ത് കയറുന്നുണ്ടോ? നോ, ഇറ്റ് ഈസ് ജസ്റ്റ് എ പിക്ചർ ഓഫ് ഇറ്റ് ആൻഡ് ഐ എം ജസ്റ്റ് പോറിങ് ഔട്ട്. എന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആ ആടിന്റെ മേൽ കൈവെക്കുകയാണ്. എന്നിട്ട് എന്റെ പാപം ഇതിന്റെ മേൽ ചുമത്തുന്നു എന്നതിന്റെ ഒരു പിക്ചറാണ് പഴയ നിയമത്തിൽ അത് കാണിക്കുന്നത്. ഓൾറൈറ്റ്, ഈ ഒരു പിക്ചർ ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ യു ക്യാൻ റീഡ് ലെവിറ്റിക്കസ് 16. ലെവിറ്റിക്കസ് 16 അധ്യായത്തിൽ ഒരു ഉത്സവമുണ്ട്, ദ ഡേ ഓഫ് അറ്റോൺമെന്റ്, മഹാപാപ പരിഹാര ദിനം. അന്ന് ഒരു ഭയങ്കര ഇവന്റ് ആണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. അന്നാണ് ഈ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ഒരു ദിവസമല്ലേ? ദാറ്റ് ഈസ് ദിസ് ഡേ, ദ ഗ്രേറ്റ് ഡേ ഓഫ് അറ്റോൺമെന്റ്. അന്ന് ആരുടെ പാപത്തിന് വേണ്ടിയാ മഹാപുരോഹിതൻ പാപം യാഗമർപ്പിക്കുന്നതെന്ന് പറയാമോ ആർക്കെങ്കിലും? മേക്ക് എ ട്രൈ, കമോൺ. വർഷത്തിൽ ഒരിക്കലാണ്. അപ്പൊ ആരുടെ പാപത്തിന് വേണ്ടിയിട്ടാ? കമോൺ, മേക്ക് എ ട്രൈ. അവിടുത്തെ എല്ലാ ആൾക്കാർക്കും വേണ്ടി. Yes, very good. For the entire Israel, okay? For the entire Israel. Otherwise, എല്ലാ ദിവസവും പാപത്തിന് പരിഹാരം അർപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താ? ഇപ്പൊ ഒരു പാപം ചെയ്തു, അപ്പോൾ തന്നെ ഒരു യാഗമൃഗവുമായിട്ട് വരാൻ, അത് എല്ലാ ദിവസങ്ങളിലുള്ള യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ഇസ്രയേലിന്റെ സകല പാപത്തിന് വേണ്ടി, അപ്പോൾ 2 ആടുകളെ സെലക്ട് ചെയ്യും. ഒന്നിനെ യാഗമർപ്പിക്കും, അതിനെ കഴുത്തറുത്ത് രക്തം, കാരണം രക്തത്തിലാണ് ബ്ലഡ് ഉള്ളത്, രക്തത്തിലാണ് ജീവനുള്ളത്. അപ്പോൾ ആ ജീവൻ പോകുമ്പോൾ, പാപം ചെയ്ത ആളുടെ ജീവൻ പോകുന്നതിന് പകരമാണ് ഈ ആടിനെ യാഗം കഴിക്കുന്നത്. എന്നിട്ടോ മറ്റു ഒരു ആടുണ്ട്, ആ ആടിനെ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് കോൾഡ് ദ സ്കേപ്പ് ഗോട്ട്. ഇംഗ്ലീഷിൽ ഒരു പ്രൊവർബ് കൂടിയാണ്, യു ബിക്കെയിം ദ സ്കേപ്പ് ഗോട്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നീ ഒരു സ്കേപ്പ് ഗോട്ടായി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പ്രയോഗം? എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി നിന്നെ കരുവാക്കി. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗം പറയാറുണ്ട്. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ അതിന് അസാസേൽ എന്നാണ് അവിടെ ലെവിറ്റിക്കസ് 16 അതിന് പറഞ്ഞിരിക്കുന്നത്. ഒരു എബ്രായ വാക്കാണ്, അത് അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുക. ഈ ആട് എന്താ ചെയ്യുന്നത്? ഒരെണ്ണം മരിക്കുന്നു, ഒരെണ്ണം എന്ത് ചെയ്യുന്നു? പാപം വഹിച്ചുകൊണ്ട് മരുഭൂമിയിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ന്യായമായിട്ട് ചിന്തിച്ചിട്ട് പറയാമോ, ഈ മരുഭൂമിയിലോട്ട് പാപവും ചുമത്തപ്പെട്ടു പോകുന്ന ആടിന് എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കാം? ചോദ്യം മനസ്സിലായില്ല? ഞാൻ പറഞ്ഞു 2 ആടുകൾ, ഒന്നിനെ യാഗമർപ്പിക്കുന്നു, മറ്റേതിനെ മരുഭൂമിയിലോട്ട് പാപവും പേറിക്കൊണ്ട് അത് പോവുക. അതിനെന്ത് സംഭവിക്കാം? അത് വെള്ളമൊന്നും കിട്ടാതെ മരിക്കും. ഓക്കെ, ഇനി വെള്ളം കിട്ടാതെ മാത്രമാണോ മരിക്കണേ? തീറ്റ കിട്ടാതെ, അല്ലെങ്കിൽ മൃഗങ്ങൾ, മറ്റു ദുഷ്ടമൃഗങ്ങൾ അതിനെ ആക്രമിച്ചു കൊല്ലുവാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻ എഫക്ട് 2 ആടും ഇവിടെ മരിക്കുക അല്ലെ?
അത് മറ്റേത് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ്. ചരിത്രം പറയുന്നത് ഈ വെറുതെ വിടുന്ന ആടിനെ ഒരു കുന്നിന്റെ മേളിൽ നിന്ന് അവർ താഴോട്ട് വിടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയത്തില്ല ദ റിയാലിറ്റി. പക്ഷെ അത് മരുഭൂമിയിൽ ഇങ്ങനെ പാപവും പേറിക്കൊണ്ട് പോവാണ്. ഈ രണ്ട് പിക്ചറും കർത്താവായ യേശുക്രിസ്തുവിൽ യോജിക്കുന്നുണ്ട്. അതിനെ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു വാക്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ? പറയാമോ? ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾ ആർക്കെങ്കിലും അറിയാമോ? Make a try. Who wants to make a try? Come on. ഇല്ല? ക്വസ്റ്റ്യൻ ചോദിക്കാവോ? എന്തോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം, ഞാൻ കേട്ടില്ല. ഈ രണ്ട് ആടുകൾ മീൻസ് ആട് പാപത്തിന് വേണ്ടി മരിക്കുന്നു, ഒരാട് ആ പാപവും ചുമന്നുകൊണ്ട് പോകുന്നു. ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ച്, പ്രത്യേകിച്ച് ഈ ചുമന്നുകൊണ്ട് പുറത്തോട്ട് പോകുന്ന ആടിന്റെ ആ ഒരു വസ്തുത യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ നിവർത്തിയായി. അതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്യം, a verse that signifies about the sheep that takes away the sin. I almost said the answer. Come on. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ ഒരെണ്ണാ ചോദിച്ചേ. ആർക്കും അറിയില്ല? Come on. John chapter 1. No, റെഫറൻസ് പറയണ്ട, ആ ഫ്രേസ് പറഞ്ഞാ മതി. റെഫറൻസ് പറയണ്ട. Give me a phrase. Behold the Son of Man that takes away the sin of the world. Yes, you are right. You know, the Lamb of God that takes away the sin of the world. What do you mean by take away? Yes, carrying away. അതാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. പിന്നെ യേശു പാളയത്തിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പോ ഈ രണ്ട് കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുള്ള ബന്ധത്തിൽ നിവർത്തിയായി. സോ ക്രൈസ്റ്റ് ഈസ് അവർ ലാം എന്ന് പറയുന്നത് ഈ ആശയത്തോടുള്ള ബന്ധത്തിലാണ്. ഇതെല്ലാം വരുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന പൊരുളിന്റെ നിഴലുകളാണ്. ദ ഷാഡോ ഓഫ് ദ റിയാലിറ്റി ടു കം. ഓൾറൈറ്റ്, ഓക്കെ. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കമന്റ് ഓൺ ദിസ് പിക്ചർ. Old currency system. What is this? What is it? What is it called? ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ വേറെ സാധനം പകരം കൊടുക്കുന്നു. കറക്റ്റ്. അതിനെന്താ പേര് പറഞ്ഞത്? വെരി ഗുഡ് അലീന, വെരി ഗുഡ്. ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിൽ എനിക്ക് മീനുണ്ട്, നിനക്ക് എന്താ അവിടെ പഴം അല്ലെങ്കിൽ എന്താ ഇവിടെ കയ്യിരിക്കുന്ന എന്തൊക്കെ. ഓക്കെ, ജസ്റ്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. എന്തായാലും ബാർട്ടർ സിസ്റ്റത്തിൽ മൂല്യം അത് കൈമാറുക, ഒരു പക്ഷെ വെയിറ്റേജോ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. സോ അന്നത്തെ കാലത്ത് നിലനിന്നിരിക്കുന്ന മൂല്യം അതനുസരിച്ച് ഞാൻ കൊടുക്കൽ വാങ്ങലാണ്. സോ ക്രൂശിൽ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടായി. See, look at this picture. കുരിശിൽ കിടക്കുന്നത് കർത്താവായ യേശുക്രിസ്തു, തൊട്ടിപ്പുറത്ത് നിൽക്കുന്നത് ഞാനാണ്, നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് വിചാരിക്കാം. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മേൽ ഞാനല്ല ചുമത്തിയത്, ദൈവമാണ് ചുമത്തിയത്. പക്ഷെ എന്റെ പാപമാണ് ദൈവം എടുത്തിട്ട് യേശുവിന്റെ മേൽ ചുമത്തുന്നത്. He took my sin, yes. Then God made him to be sin for us. Sinner അല്ല, sin for us. ഇതെല്ലാം ബൈബിളിലെ വാക്യങ്ങളാണ്. എന്നിട്ടോ I received his righteousness. യേശുവിന്റെ നീതി എനിക്ക് കിട്ടി, ചുളുവിന് കിട്ടി അല്ലേ? ഞാൻ പാപം കൊടുത്തു. അപ്പൊ അതുകൊണ്ട് നേട്ടം ഉണ്ടായത് ആർക്കാ? ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് മീ. കാരണം കർത്താവായ യേശുക്രിസ്തുവിന് എന്റെ പാപം കൊടുത്തപ്പോൾ ആ പാപത്തിന് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടോ അതെല്ലാം യേശുക്രിസ്തുവിന് കിട്ടി. ലുക്ക് അറ്റ് ദ ക്രോസ്. അത് വായിച്ച് ഹൃദയം തകരാത്തതാരാ? മേ ബി അറ്റ്ലീസ്റ്റ് ബൈബിൾ വായിച്ചൊരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടവർ എത്ര പേരുണ്ട്? ജസ്റ്റ് ഗീവ് എ തംസ് അപ്പ് ദേ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആരും കണ്ടിട്ടില്ലേ? ഓക്കെ, ഗുഡ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടാൽ ഒത്തിരി പേര് കരയും. കാരണം അതൊരു റിയാലിറ്റിയെ നന്നായിട്ട് പോസ്ചർ ചെയ്തിട്ടുണ്ട്. മെൽ ഗിബ്സൺ അത് നന്നായിട്ട് ബൈബിള് നന്നായിട്ട് പഠിച്ച് അനലൈസ് ചെയ്ത് ചരിത്രമൊക്കെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കണ്ട് കരയുന്ന നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമ്മളത് എത്രത്തോളം നമ്മൾ ഫീൽ ആവുന്നുണ്ട്. ബൈബിൾ ഈസ് എ റിയാലിറ്റി. മെൽ ഗിബ്സൺ ഇഷ്ടം പോലെ അഡീഷണൽ കാര്യം ചേർത്തിട്ടുണ്ടാകും, പക്ഷെ ബൈബിളിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു വാക്കോ ഒരു പുള്ളിയോ ഒരു വള്ളിയോ പോലും എക്സ്ട്രാ ഇല്ല.
കർത്താവ് ഒരു അടി കൊണ്ടു എന്ന് പറഞ്ഞാൽ അടി കൊണ്ടു, അത് ആ അടി തന്നെയാണ്. അങ്ങനെയാവുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ സഫർ ചെയ്ത എല്ലാം എന്റെ പകരം, ഓക്കെ, ഇറ്റ് ഈസ് ഫോർ മീ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ റിഡംഷൻ വർക്ക്, അതിൽ ക്രൂശിനുള്ള പ്രാധാന്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദാറ്റ് ബാർട്ടർ സിസ്റ്റം വിത്തിൻ ദ ക്രോസ് ആൻഡ് ബിറ്റ്വീൻ മീ ആൻഡ് ദ ക്രോസ്. അപ്പോൾ ദൈവത്തിന്റെ നീതി എനിക്ക് ലഭിച്ചു, കർത്താവായ യേശുക്രിസ്തുവിന് എന്റെ ശിക്ഷ ന്യായമായിട്ട് എനിക്ക് ലഭിക്കേണ്ടത് കിട്ടി. ഓൾറൈറ്റ്, നൗ ദ ഫീച്ചേഴ്സ് ഓഫ് ക്രൂസിഫിക്ഷൻ. ഓക്കെ, ക്രൂശിന്റെ ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്രൂസിഫിക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി റോമാക്കാർ തുടങ്ങി വെച്ചൊരു കാര്യമല്ല. ഇറ്റ് ഓൾ ദ വേ സ്റ്റാർട്ട് ഫ്രം സെല്യൂസിഡ്. ഈ സെല്യൂസിഡ് എന്ന് പറയുമ്പോൾ അവർ ഈ ഇടക്കാല ചരിത്രത്തിലുള്ളവർ. ഏതാണ് ഇടക്കാല ചരിത്രം എന്ന് പറയാമോ? ഇടക്കാല ചരിത്രം എന്ന് വിളിക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ്? Come on, make it try. നിങ്ങൾ ഉത്തരം പറയാണ്ടേ ഇരിക്കരുത് ഒരു ചോദ്യത്തിന്, അല്ലെ? ഈ കൊച്ചു പിള്ളേരെ കണ്ടിട്ടില്ലേ, അവരെന്ത് ചാടിക്കേറി ഉത്തരം പറയും, തെറ്റായാലും കുഴപ്പമില്ല. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ബി ലൈക്ക് ദാറ്റ്. തെറ്റ് പറയാനല്ല, തെറ്റ് പറയാൻ ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞാലല്ലേ തിരുത്താൻ പറ്റും. മേക്ക് എ ട്രൈ. ഇടക്കാല ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇടക്കാല ചരിത്രം ഏത് കാലഘട്ടമാണ്? Come on. ആരുമില്ലേ? ആരെങ്കിലും ഉണ്ടോ ഉത്തരം പറയാൻ? അതോ പേര് വിളിക്കണം? ഇടക്കാല ചരിത്രം അറിയില്ല? ഇടക്കാല ചരിത്രം ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം, പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം ഏതാണ്? പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകം. അപ്പൊ ഇടക്കാല ചരിത്രം ഏതാ? ഇടക്കാല ചരിത്രം ഏതാ? ഇപ്പോഴും പറയാൻ പറ്റില്ല. മലാഖിക്കും മത്തായിക്കും ഇടയ്ക്കുള്ള കാലഘട്ടം. ബൈബിളിനകത്ത് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ല, കാരണം പഴയ നിയമം കഴിഞ്ഞാൽ അടുത്ത പേജ് പുതിയ നിയമമാണ്. ബട്ട് ദർ വാസ് എ ഗ്യാപ്പ് ഓഫ് ഹൗ മെനി ഇയേഴ്സ്? അത് പറ. ഓൾമോസ്റ്റ് ഹൗ മെനി ഇയേഴ്സ്? 400 years. വെരി ഗുഡ്. 400 years. ഇറ്റ്സ് അബൌട്ട് 400 years. അതിന് പറയുന്നത് ഡാർക്ക് പീരീഡ് എന്ന്. ഓക്കെ, ഡാർക്ക് ഏജ്. അവിടെ പ്രവാചകന്മാരില്ല, എഴുത്തില്ല, വചനമില്ല, ഒന്നുമില്ല. ആ കാലഘട്ടത്തിലെ സെല്യൂസിഡ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വന്ന ഒരു വിഭാഗമാണ്. പിന്നെ കാർത്തീജിയൻസ്, അങ്ങനെയുള്ളവരൊക്കെ ഈവൻ 6th century BC, early 6th century BC മുതൽ ഈ ക്രൂശ് എന്ന് പറയുന്ന കാരണം, പഴയ നിയമത്തിൽ മരത്തിൽ തൂങ്ങുന്നവരെന്നൊക്കെയുണ്ട്, പക്ഷെ ഈ ആകൃതി ക്രോസ്, ഈ കുരിശ് എന്ന് പറയുന്ന കാര്യം വന്നത്, അതൊരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിട്ട് കൊണ്ടുവന്നത് ഈ ആളുകളൊക്കെയാ. പേർഷ്യൻസ് വളരെ മുമ്പ്. ഓക്കെ, വളരെ മുമ്പ്. അപ്പോൾ പിന്നീടാണ് അത് റോമക്കാർ അത് ഏറ്റെടുത്തത്. നമ്മൾ പലപ്പോഴും കാണുന്ന ഇപ്പൊ ചിത്രത്തിലേക്ക് ക്രൂശ് എന്ന് പറയുന്നത് വളരെ പോളിഷ്ഡ് ആണ്. ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് സോ. 2 മരക്കഷ്ണങ്ങൾ ഒരുമിച്ച് വെക്കുക, പിന്നെ ആണി അടിച്ചതും നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഇവിടെയാണെന്ന്. ഹാവ് യു എവർ സീൻ ആൻ എക്സ്റേ ഓഫ് യുവർ ഹാൻഡ്? ഇവിടെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. യു നോ ദാറ്റ്. ഇവിടെ ഒരാളുടെ വെയിറ്റ്, ഒരു ശരീരത്തിന്റെ വെയിറ്റ് ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ മോസ്റ്റ് ഓഫ് ദ ബൈബിൾ സ്കോളേഴ്സ് ബിലീവ് ദാറ്റ് പ്രോബബ്ലി ഇറ്റ് ഈസ് ഹിയർ ദ നെയിൽ വാസ് പിയേഴ്സ്ഡ്. ഓക്കെ, ഓൾറൈറ്റ്. അത് ബൈബിളിൽ അങ്ങനെ, ബൈബിളിൽ കൈ എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും പ്രോബബ്ലി ഹിയർ, പ്രോബബ്ലി എന്നാണ് ഞാൻ പറഞ്ഞത്, മേ നോട്ട് ബി. ഓക്കെ, സോ ഈ ചിത്രത്തിലും നിങ്ങൾക്ക് ഒരു ഏകദേശ രൂപം കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ചിലത് ഇവിടെയാണ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ പിക്ചർ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഒരു കാരണം, ക്രോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ശാപമാണ്, അല്ലെ? നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. പക്ഷെ അത് എത്ര ക്രൂരമാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കർത്താവും അതുപോലെ കള്ളന്മാരും ക്രൂശിൽ കിടന്നപ്പോഴേ ഈ കള്ളന്മാരുടെ കാൽ ഒടിച്ചു എന്ന് ബൈബിളിലുണ്ട്, അല്ലെ? എന്തിനു വേണ്ടിയാണെന്ന് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത്? വൈ?
എന്തിനാ അവരുടെ കാലൊടിച്ചത്? ക്രൂശി കിടക്കുന്നവരുടെ കാൽ എന്തിനാ ഒടിച്ചത്? അവര് മരിച്ചില്ലായിരുന്നു. ഓക്കെ, മരിച്ചില്ലായിരുന്നു. വെരി ഗുഡ് ഹന്ന. മരിക്കാത്തവരെ കൊല്ലാൻ കാൽമുട്ടൊടിച്ചാൽ പറ്റുമോ? പറ്റില്ല. അപ്പോൾ തല വെട്ടിക്കളയണം. അപ്പൊ എന്തുകൊണ്ടാ കാല് ഒടിച്ചത്? എന്തിനാ? ദർ ഇസ് എ ബിഗ് റീസൺ ഫോർ ദാറ്റ്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ചിത്രത്തില് ആക്ച്വലി ഒരു മനുഷ്യന്റെ ഫുൾ എന്താ പറയാ ബോഡി വെയിറ്റ് ആണ് ഈ കയ്യിൽ വരുന്നത്. ചില ചിത്രത്തിലൊക്കെ നിങ്ങൾ കാണും കയറൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അത്രയും എന്താ നല്ലവരായിരുന്നില്ല ഈ റോമക്കാർ. ഇത് കുറ്റവാളികളാ. ഇവൻ എങ്ങനെ ചാകുന്നു, ഇവന്റെ കൈ ഇവിടുന്ന് പൊട്ടി വരുന്നു. സി ദേ ഡോണ്ട് കെയർ ആഫ്റ്റർ ഓൾ ദീസ്. അവര് വെച്ച് അങ്ങ് ആണി അടിച്ച് അല്ലെ കയറ്റുക എന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, സാധാരണ ആളുകൾ പറയുന്നത് വീട്ടിൽ ആക്ച്വലി ക്രോസിലല്ല, നിങ്ങൾക്ക് ഉയർന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ബോഡി മൊത്തം ഹാങ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ തൂങ്ങിക്കിടക്കണം. ഓക്കെ, കൈ ഇങ്ങനെ മേളോട്ട് വെച്ചിട്ട് ഹാങ് ചെയ്തിട്ട് നിങ്ങൾ ശ്വസിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് യു കാൺട്ട് ഡു ദാറ്റ്. എന്താ അതിൽ അർത്ഥമാകുന്നത്? യേശു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് വാട്ട് ഡു യു തിങ്ക് അവിടെ കാലിനുള്ള പ്രത്യേകത എന്തായിരിക്കും? ക്രൂശിൽ കിടക്കുന്ന ആർക്കും എന്തായിരിക്കാം? ഇനി ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് ചിന്തിച്ച് ഒന്ന് പറഞ്ഞേ. അപ്പൊ കാലൊടിക്കുമ്പോ എങ്ങനെ ആള് മരിക്കണം? വെയിറ്റ് കുറച്ചും കൂടെ കൂടും. വെയിറ്റ് കൂടും. ഓക്കെ, ഞാൻ പറഞ്ഞത് ശ്വസിക്കുവാൻ, ഇങ്ങനെ കടന്നുകൊണ്ട് ശ്വസിക്കാൻ പാടാണ്. സോ നോർമലി a person who hang on the cross should do what? മനസ്സിലായില്ല? എപ്പോഴും കാലിൽ ഊന്നിയിട്ട് സ്വന്തം ശരീരത്തെ താങ്ങി നിർത്താതെ അവന് ശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ശ്വസിക്കാൻ പറ്റാത്തപ്പോ കാലയിൽ ഊന്നൽ കൊടുക്കണം. കാലയിൽ ഊന്നൽ കൊടുത്ത് ശരീരം എന്ത് ചെയ്യണം? കുറച്ച് മേളോട്ടാക്കണം. സോ ഇറ്റ് വാസ് നോട്ട് ആൻ ഈസി തിങ് ജസ്റ്റ് ടു ഹാങ്. അവിടെ ഈ കാലൊടിയുമ്പോൾ ഫുൾ വെയിറ്റ്, മുമ്പേ പറഞ്ഞതുപോലെ ഫുൾ വെയിറ്റ്, അപ്പൊ കൈ മാത്രം വരികയാണ്. പിന്നെ ആൾക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ കരുതേണ്ടത് ഒരു കാര്യം, ക്രൂശ് എന്ന് പറയുന്നത് എത്രയോ മോശം. ഒരാളുടെ പ്രാണൻ പോകുന്നത് അല്ലെ, ഇറ്റിറ്റ് വെള്ളം പോകുന്ന ഒരവസ്ഥ. ഇന്ന് സൺഡേ ആണ്, വി ആർ വർഷിപ്പിംഗ്, വി ഹാവ് ടു വർഷിപ്പ് ദ ലോർഡ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, നമ്മളിപ്പോ സഭയിലൊക്കെ പോകുന്നുണ്ട്, ഒരു പക്ഷെ ആവർത്തിച്ച് യേശുവിന്റെ ക്രൂശ് മരണം കേട്ടത് മനസ്സ് തഴമ്പിച്ചു പോകരുത്. അപ്പോൾ അതിനൊരു റിയാലിറ്റി നഷ്ടപ്പെടും. ഡോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ടു യു. കർത്താവ് ക്രൂശിൽ തൂങ്ങി അത്രയും കഷ്ടത അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ആളുടെ കാലിൽ ഊന്നി അല്ലെ, അപ്പൊ പ്രാണനെ വിട്ടു എന്ന് പറയുമ്പോൾ അബദ്ധത്തില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ കാൽ ഒടിച്ചില്ല. കാരണം എന്താ? ഹി ഗേവ് ഹിസ് ലൈഫ്. ആ പ്രാണനെ കർത്താവ് വിട്ടു, പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ബൈബിളിലുള്ളത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ക്രൂശ് എത്ര ഭീകരമായ ഒരു കാര്യമാണ്. Alright, so this picture you can get from net. You can just go through it. Alright, the features of crucifixion. Another feature, it revealed the love of God. ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ക്രൂശ്. കണ്ടില്ലേ വാക്യം ഇവിടെ കൊടുത്തിരിക്കുന്നത്? God commanded his own love towards us. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. How did he posture? Well, by the cross. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മുടെ അപ്പനോ അമ്മയോ നമ്മോട് പറയും, വാക്കിനാൽ പറയും. ബട്ട് ദേ ഓൾസോ ഷോ ത്രൂ സം ആക്ഷൻ, ആക്ടിവിറ്റി. മേ ബി ബൈയിങ് എ ഡ്രസ് ഫോർ us, അല്ലെങ്കിൽ മമ്മി ഒരു നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്നതിലായിരിക്കാം, പപ്പ എന്തെങ്കിലും ഒരു നല്ല സമ്മാനം വാങ്ങി തരുന്നതിലായിരിക്കാം. സോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഷോൺ ത്രൂ ദി ആക്ഷൻ, റൈറ്റ്? യെസ്. ദൈവം എങ്ങനെ അത് വ്യക്തമാക്കിയത്? ദാറ്റ് ഈസ് ഓൺ ദ ക്രോസ്. അപ്പോ ക്രൂശ് എന്ന് കാണിക്കുന്ന വലിയൊരു സത്യം, ഇറ്റ് റിവീൽസ് ദ ലവ് ഓഫ് ഗോഡ്. നെക്സ്റ്റ്, ഇറ്റ് റിവീൽഡ് ദ പവർ ഓഫ് ഗോഡ്. ഈ വാക്യം നോക്കിയേ, റോമൻസ് 1:16. I am not ashamed of gospel, for it is the power of God. Which is the power of God? Gospel is the power of God. അപ്പൊ എന്താണ് ഗോസ്പൽ?
അത് പൗലോസ് തന്നെ മറ്റൊരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അപ്പോൾ ക്രൂശിൽ കിടക്കുന്ന, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് സുവിശേഷം. അതെന്താണ് ആ സുവിശേഷം? വെൽ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ്. ഞാൻ ഈ വാക്യം എൻ്റെ ജീവിതത്തിൽ വളരെ ഇറ്റ് ഈസ് റിയലി ലൈക്ക് ഒരു പവർഫുൾ വാക്യമാണ് എന്നെ സംബന്ധിച്ച്. സി, ഐ കം ഫ്രം അനദർ ബിലീഫ്, ഫെയ്ത്ത്, ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ ക്രൈസ്റ്റ്. അത്രയും നാൾ വരെ ഞാൻ വിശ്വസിച്ചിരുന്ന കാര്യത്തെ മാറ്റി ചിന്തിക്കുവാൻ, അതിനെ എന്നെ കൺവിൻസ് ചെയ്യുവാൻ സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റില്ല. അത് ദൈവം തന്നെ ചിന്തിക്കണം, എൻ്റെ ബിലീവ് സിസ്റ്റത്തെ തന്നെ മാറ്റുവാൻ. യെസ്, കാരണം ജീവനുള്ളൊരു ദൈവം അദൃശ്യനാണ്, ആ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് കൂടിയും ആ ദൈവത്തിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുവാനായിട്ട് ഉള്ള തീരുമാനത്തിന്, വെൽ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. ഓൾറൈറ്റ്, സോ ക്രൂശ് കാണിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ, ലവ് ഓഫ് ഗോഡ് ആൻഡ് പവർ ഓഫ് ഗോഡ്. നൗ, ക്രൂസിഫിക്ഷൻ അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചേഴ്സ്. നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു പ്രയോഗമാണ്, തിരുവഴുത്തുകളിൻ പ്രകാരമായിരുന്നു യേശുവിന്റെ ക്രൂശീകരണം. ഇത് കർത്താവ് ഇവിടെ വന്ന് കുറെ നാൾ ജീവിച്ചിരിക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷെ എന്തു പറ്റി? ആൾക്കാർ പുള്ളിനെ പിടിച്ച് ക്രൂശിച്ചു. ആളുകൾ അങ്ങനെയൊക്കെ ഒരുപക്ഷെ പറയും, നിങ്ങളുടെ യേശു കണ്ടില്ലേ, പുള്ളിക്ക് കഴിവൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്, അല്ലെ? See, actually it was plan of God. Can anybody say what is proto evangelium? എനിക്ക് തോന്നുന്നു ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് പറയുന്നത് ക്ലാസ്സിൽ. ഏർലി ക്ലാസ്സസിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. Can anybody say? മെമ്മറിയിലോട്ട് വരുന്നുണ്ടോ? പ്രോട്ടോ യുവാങ്കലിയം. ഈ വാക്കിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, യുവാങ്കലിയം ഇവാഞ്ചലിസം. സോ ഫസ്റ്റ്, ആരാ പറയണേ? വെരി ഗുഡ്. വേർ ഈസ് ദ ഫസ്റ്റ് ഗോസ്പൽ? ടെൽ മീ. ഫസ്റ്റ് ഗോസ്പൽ എവിടെയാ ബൈബിളിൽ? ആദ്യത്തെ സുവിശേഷം, ബൈബിളിലെ ആദ്യം ദൈവം പറഞ്ഞ ഒരു നല്ല സന്ദേശം മനുഷ്യനോട്. നോഹയ്ക്കും മുമ്പ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. വെരി ഗുഡ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഗോസ്പൽ. സ്ത്രീയുടെ സന്തതി, ജെനസിസ് 3:15. ഡോണ്ട് എവർ ഫർഗെറ്റ് ദാറ്റ്. അതാണ് ദൈവം മാനവരാശിക്ക് കൊടുത്ത ഏറ്റവും ആദ്യത്തെ സന്ദേശം, നല്ല ഫസ്റ്റ് ഗോസ്പൽ. He shall bruise thy head and thou shall bruise his heel. ഈ bruise his heel എന്ന് പറയുന്നത് ദൈവം ഈ കാര്യം ആദമിനോട് ഹവ്വയോട് പറഞ്ഞപ്പോൾ ക്രൂശീകരണം എന്നുള്ളൊരു കൺസെപ്റ്റ് പോലും അവർക്കറിയില്ല. ബ്രൂയിസിങ് ദ ഹീൽ, കുതികാല് തകർക്കും, അല്ലെ? ഹൗ? കല്ലെറിഞ്ഞ് ആണ് യഹൂദന്മാര് സാധാരണ കൊല്ലുന്നത്. ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഓരോ രാജ്യത്തിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഡിഫറെന്റ് ആണ്. ബാബിലോണിയക്കാരുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏതാ? ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് പറയാം. കമോൺ, ബാബിലോണിയക്കാരുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഏതാ? തീയിലിട്ട് ചുടുക. യെസ്. പേർഷ്യന്റെയോ? പേർഷ്യൻ ബൈബിളിലുണ്ട്. തലവെട്ടുന്നതല്ല, തലവെട്ടുന്നത് ഉണ്ടാകാം. പക്ഷെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇതുണ്ട്, ക്യാപിറ്റൽ പണിഷ്മെന്റ്. മെയിൻലി ആക്ച്വലി പേർഷ്യക്കാര് ചെയ്തോണ്ടിരുന്നത്. നമുക്കറിയാം, ഒരു പ്രവാചകൻ അതിനകത്ത് കടന്നിട്ട് പുള്ളി തിരിച്ചു വന്നു. സിംഹക്കുഴി. യെസ്, സിംഹത്തിന്റെ കുഴി. ഓൾറൈറ്റ്. റോമക്കാരുടേത് തലവെട്ടലുണ്ട്, ക്രൂസിഫിക്ഷനും ഉണ്ട്. ഓൾറൈറ്റ്. കല്ലെറിഞ്ഞ് കൊല്ലുന്നത് നമുക്കറിയാം യഹൂദന്മാര് ചെയ്യുന്നതാണ്. ഇന്ത്യയിലുള്ളത് തൂക്ക് കയറാണ്, ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഗൾഫ് നാടുകളിൽ തലവെട്ടുക, അല്ലെ, പബ്ലിക്കായിട്ട് വെട്ടുക. സോ ക്യാപിറ്റൽ പണിഷ്മെന്റ്. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തു വന്നത് ഒരു യഹൂദനായിട്ടാണ് യേശു ജനിച്ചതെങ്കിലും അവന് ലഭിച്ച ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലപ്പെടുകയല്ല. നോക്കുക, ദ ബ്രൂയിസ് ഈസ് ഹീൽ, ദാറ്റ് ഈസ് ഓൺ ദ ക്രോസ്. കുതികാൽ തകർത്തു എന്നുള്ളതാണ്. സോ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ഇറ്റ് വാസ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചേഴ്സ്. അത് ഒരു ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതല്ല. ഇറ്റ് വാസ് വെൽ പ്ലാൻഡ് ബൈ ഗോഡ്. ഓൾറൈറ്റ്. അടുത്തത് നോക്കിക്കേ, 5 ഓഫറിംഗ്.
ലെവിറ്റിക്കസ് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ 5 യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനായിരുന്നു എല്ലാ യാഗങ്ങളും? എല്ലാ യാഗങ്ങളും സൂചിപ്പിക്കുന്നത് ഒരു അന്തിമ യാഗത്തിലേക്കാണ്. ആരാണ്? യേശുക്രിസ്തുവിന്റെ പരമയാഗം. ഈ യാഗങ്ങളെല്ലാം ആവർത്തിക്കുന്ന യാഗങ്ങളാണ്. പക്ഷെ യേശുക്രിസ്തു ഒരിക്കലായിട്ട് യാഗമർപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. പിന്നെ 7 ഫെസ്റ്റിവൽസ്. എല്ലാ ഫെസ്റ്റിവലിനും ഒരു അർത്ഥമുണ്ട്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് പാസ് ഓവർ. പാസ് ഓവർ എന്ന് പറയുന്നത് ആദ്യം അവർ ആഘോഷിച്ചു. എങ്ങനെ? സംഹാരദൂതൻ കടന്നുപോയി, അവരുടെ ആദ്യജാതന്മാർ രക്ഷപ്പെട്ടു. എങ്ങനെയാ അവർ രക്ഷപ്പെട്ടത്? അവരൊരു ലാമ്പിനെ, വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ലാമ്പിനെ ചൂസ് ചെയ്ത് അതിനെ അറുത്തിട്ട്, അല്ലെ, അതിന്റെ ബ്ലഡ് കട്ടില കാലിന്മേലും കുറുമ്പടിമേലും തൂക്കണം. സോ ഇൻ ദാറ്റ് വേ ദ ഫസ്റ്റ് ബോൺ ചിൽഡ്രൻ വെയർ സേവ്ഡ് ഇൻ ഈജിപ്റ്റ്. And later we know that they celebrated Passover in every year. എല്ലാ വർഷവും ഉണ്ടായിരുന്നു. എന്നിട്ടോ അൾട്ടിമേറ്റ്ലി നമ്മൾ കാണുന്നത് കർത്താവ് നമ്മുടെ പെസഹ കുഞ്ഞാടാണ് എന്നാണ് പൗലോസ് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഫെസ്റ്റിവൽസിനും ഒരർത്ഥമുണ്ട്. ഇറ്റ് ഓൾ പോയിന്റ്സ് ഔട്ട് ക്രൈസ്റ്റ്. ഇറ്റ് ഓൾ പോയിന്റ്സ് ഔട്ട് ഗോഡ്, ട്രയൂൺ ഗോഡ്. കമ്മിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് പെന്റക്കോസ്റ്റ് എന്ന് പറയുന്ന ആഘോഷം അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ക്രൂശിങ്കലേക്കാണ്. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയെ കുറിച്ചാണ് ഈ എല്ലാ യാഗങ്ങൾ അതുപോലെ ഉത്സവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. നൗ വാട്ട് ഈസ് ദിസ്? പെട്ടെന്ന് പറ. ബ്രോൺസ് സർപ്പന്റ്. ഈ ബ്രോൺസ് സർപ്പന്റിന് ഒരു പ്രോപ്പർ നെയിം ഉണ്ടായിരുന്നു. ആർക്ക് പറയാം? ഇതിനെ വിളിച്ചൊരു പേരുണ്ട്. താമ്രസർപ്പമാണ് ബ്രോൺസ് സർപ്പൻ. അതിന്റെ മലയാളമാണ് താമ്രസർപ്പം. പക്ഷെ അതിനൊരു പ്രോപ്പർ നെയിം ഉണ്ട്. പറയാമോ? 2 രാജാക്കന്മാർ 18:4 അതിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് നെഹുഷ്ടാൻ. ഓക്കെ, ബൈബിളിൽ ഉണ്ട് ആ പേര്. നെഹുഷ്ടാൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എബ്രായ വാക്കിൽ താമ്രം എന്നോ സർപ്പൻ, ഗ്രേറ്റ് സർപ്പന്റ് എന്നോ ഒക്കെയാണ് അതിന്റെ അർത്ഥം. നെഹുഷ്ടാൻ എന്നാണ് അതിനവർ പേര് കൊടുത്തത്. നെഹുഷ്ടാൻ. ആ പേര് ബൈബിളിലുണ്ട്. 2 രാജാക്കന്മാർ 18:4. യോഹന്നാൻ 3:14 യേശു പറഞ്ഞു, മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ മോശ താമ്രസർപ്പത്തെ ഉയർത്തിയത്? ഗിവ് മീ ആൻ ആൻസർ. അവരെ പാമ്പ് കടിച്ച ആൾക്കാരെ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാം. യെസ്. ആരൊക്കെ അതിൽ നോക്കുന്നുവോ അവർ രക്ഷപ്പെടും. ഇതേപോലെ അപ്പൊ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പാമ്പിനോട് ഉപമിച്ചു എന്നല്ല, പിന്നെയോ ഉയർത്തപ്പെടും എന്നുള്ളതാണ് അവിടുത്തെ ആശയം. അപ്പോ ഈ പാമ്പിനെ ഒരു മരത്തേൽ ഉയർത്തിയതുപോലെ കണ്ടോ, ഇത് ഇങ്ങനെ തന്നെയാണോ ഉയർത്തിയത് നമുക്ക് അറിയത്തില്ല. ഇത് ചിത്രകാരന്റെ ഭാവനയിൽ വരച്ചു വെച്ചിരിക്കുന്ന താമ്രസർപ്പത്തെ ഉയർത്തി ഒരു കമ്പിന്റെ മേളിൽ പുള്ളിനെ കെട്ടിവെച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ ഒരു മരത്തിന്റെ മുകളിൽ മിശിഹ തമ്പുരാൻ തൂങ്ങുമെന്നുള്ളതാണ് യേശു പറഞ്ഞത്. അപ്പൊ ഓർത്ത് നോക്കുക, എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ക്രോസ് അൾട്ടിമേറ്റ്ലി. സോ അതൊരു ഇമ്പോർട്ടന്റ് ആണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുവാനായിട്ട് പർപ്പസ്ഫുള്ളി വന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സീ, അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ. ദിസ് ഈസ് എ വേഴ്സ് ഫ്രം ഐസയ. അടിപ്പിണരുകൾ, മുറിവ്, ഇത് ക്രൂശിനെ നേരിട്ട് കാണിക്കുന്നില്ലെങ്കിലും ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ കുറിച്ചാണ് ഈ സൂചനകൾ കാണിക്കുന്നത്. പിന്നീട് പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഇത് ക്രൂശീകരണത്തെ കുറിച്ചാണെന്നുള്ളത്. ഇനി നോക്കുക, 22-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. They pierce my hands and feet. Yes. അത് ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥന ഒരു മിശിഹ സങ്കീർത്തനമാണ്. എങ്ങനെയാണ് ദാവീദിന്റെ കൈകൾ ആരെങ്കിലും തുളച്ചോ? നോ, ഇറ്റ് ഇസ് ആൻ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഇൻ ഹിസ് ലൈഫ്. യെസ്, എന്നെ അത്രത്തോളം സഫർ ചെയ്തു എന്നാണ് ആള് പ്രവചനാത്മകമായിട്ട് പറഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. പക്ഷെ ദാവീദ് ഒരിക്കലും ക്രൂസിൽ തൂങ്ങിയിട്ടില്ല. ബട്ട് ഇറ്റ് വാസ് directly applied to Christ because Christ's hands were pierced. Yes. അപ്പോൾ പഴയ നിയമം പുതിയ നിയമം വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ക്രൂശീകരണം എന്നുള്ളത് പുതുതായിട്ട് അബദ്ധത്തിൽ അങ്ങനെ
വന്നു പെട്ടതല്ല കർത്താവ്. ഹി ഹിംസെൽഫ് ചോസ് ടു ബി ഹാങ്ഡ് ഓൺ ദ ക്രോസ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:3 പറയുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കണ്ടോ? സോ ദർ ഇസ് നോ ഡൗട്ട്. സോ വാട്ട് ഈസ് ദി ആപ്ലിക്കേഷൻ? ഇന്ന് നമുക്ക് സഭായോഗത്തിൽ കൂടി പോയി കർത്തൃമേശ എടുക്കാൻ സാധിക്കുന്നില്ല. ബട്ട് ആസ് ഐ കൺക്ലൂഡ് ദ ക്ലാസ് ടുഡേ, നമുക്കൊരിക്കലും ഈ ക്രൂശ് മാറ്റി വെച്ചിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിനെ ഓർക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇന്ന് വീട്ടിലിരുന്നാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നതെങ്കിലും ഓർക്കുക, കർത്താവ് നമ്മെ ഓർക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുപോളും അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സോ ക്രൂശ് അതൊരു വലിയ സത്യമാണ്. അത് വിളിച്ചോതുന്ന ഈ സത്യത്തെ നമ്മൾ മറക്കരുത്. നിങ്ങൾ എത്ര പേർ രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെട്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ യോഗ്യതയുള്ളവരാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇതുവരെയും ആയിട്ടില്ലെങ്കിൽ I encourage you to do that. Take that decision. God bless.